ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്ന ഒരു ധനുമാസ രാത്രിയിലാണ് വിശ്വം മുഴുവൻ പ്രകാശം പരത്താൻ യേശുക്രിസ്തു ഭൂജാതനായത്. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കുഞ്ഞുട്ടിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ക്രിസ്മസ് ദിവസങ്ങൾ യേശുദേവൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. അന്ന് ആകാശത്ത് മിന്നിത്തെളിഞ്ഞ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഭൂമിയിലെ നക്ഷത്രങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു നക്ഷത്രം വാങ്ങുക എന്നുള്ളത്. അതിനായി ക്രിസ്മസ് കാലത്തിലേക്ക് ഇങ്ങനെ കാത്തിരിക്കും. ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മളുടെയൊക്കെ ആ ക്രിസ്മസ് കാലത്തിന് പറയാൻ, അല്ലേ? രാത്രികളിൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ക്രിസ്മസ് പപ്പ. പക്ഷെ അവിടെയും ഞാൻ നേരെ തിരിച്ചാട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ക്രിസ്മസ് പപ്പയെ. ആ പരിസരത്തൂടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാറി കൂവി ബഹളം വെച്ച് കുളമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശ തോന്നുന്നു. ഇന്ന് പുൽക്കൂടൊക്കെ ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ കുഞ്ഞൂട്ടനും കൂട്ടുകാരും നമ്മുടെ ഫ്ലാറ്റിലുള്ള എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൂട്ടൻ്റെ ഒരുക്കത്തിലാണ്. ഇന്ന് കുഞ്ഞൂട്ടൻ്റെ സ്പെഷ്യൽ ഡേ ആണ്. ഒരു ഹായും കൂടെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. കുഞ്ഞൂട്ടനും കൂട്ടുകാരും റെഡിയാണ്. ഇന്നിപ്പോൾ കുഞ്ഞൂട്ടൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാം. ഒരു കണക്കിന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ ആഘോഷം കൂടിയാണിത്. നിരത്തി നിർത്തി ഫോട്ടോ എടുക്കാനുള്ള ശ്രമമാണ്. അതിനിടയ്ക്ക് കുഞ്ഞൂട്ടൻ സ്റ്റാർട്ട് ആക്ഷനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. എല്ലാവരും പോസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പം നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെയാണ് ഇരിക്കുന്നത്. ആരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാ ആൾക്കാരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. കാലം മാറിയതനുസരിച്ച് കാഴ്ചകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ തന്നെ മാറ്റം വരും, അല്ലേ? കുഞ്ഞുട്ടൻ്റെ ഡാൻസ് തുടങ്ങി. The joy and happiness that Christmas brings. I invite Mrs. Srikala Jayan to deliver the Christmas message. കുടുംബാംഗങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഒരു ക്രിസ്മസ് മെസ്സേജ് പറയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിയോഗം എങ്ങനെയാണ് എന്നിൽ എത്തിച്ചേർന്നതെന്ന് ഓർത്ത് ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള, ആദരണീയരായിട്ടുള്ള, ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ധാരാളം നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുണ്ട്. എങ്കിലും എന്നിൽ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ ചെയ്യുകയാണ്. സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ക്രിസ്മസ് മെസ്സേജ് പറഞ്ഞിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സ് എല്ലാവരും ശ്രമിക്കുമല്ലോ. ക്രിസ്മസ് എന്നത് ഒരു ആഘോഷം മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മളിവിടെ ആഘോഷിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു അനുഭൂതിയാണ്. ഈ വർഷവും പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ക്രിസ്മസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷങ്ങളും പങ്കുവയ്ക്കലും എല്ലാം ഉണ്ണിയേശുവിന്റെ ജനനം മാത്രമല്ല, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മളെ നന്മയുടെ പാഠം കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് സാഹോദര്യം, സഹിഷ്ണുത, മാനവികത മുതലായ. ആഘോഷത്തിൻ്റെ വൻ വരവേൽപ്പുകളാണ് കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, നീ എത്രമാത്രം ഉന്നതനായാലും അത്രമാത്രം വിനീതനാവുക എന്നുള്ളതാണ്. ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവാണ്. അമ്മൂൻ്റെയും കൂട്ടുകാരുടെയും അടിപൊളി പാട്ടുകൾ ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് നല്ല പാട്ടുകളും ഉണ്ട്. നമുക്കൊന്ന് പാട്ട് കേട്ട് നോക്കാം, അല്ലേ?
ക്രിസ്മസ് ആഘോഷങ്ങൾ മന്ദാരങ്ങൾ കേട്ടു മോഹനമാ. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Merry Christmas everyone. ഞങ്ങളുടെ ക്രിസ്മസ് പപ്പ വൻ ആഘോഷത്തിലാണ്, വൻ സെറ്റപ്പോടെ അത് ഡാൻസ് കളിക്കുന്നുണ്ട്. പാട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പപ്പ ഡാൻസ് കളിക്കും. ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. പക്ഷെ അടിപൊളിയായിട്ട് ആൾ പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. Happy Christmas.